പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 19-ാം ദിനം. അനുഗ്രഹങ്ങളെ എണ്ണുക. അറബികൾ പറയുന്ന ഒരു സാരോപദേശ കഥയുണ്ട്. എപ്പോഴും എല്ലായിടത്തും ദൈവത്തിന് നന്ദി എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഒരിക്കൽ രാജാവ് ആയുധ പരിശീലനം നടത്തുമ്പോൾ വാൾമുന കൊണ്ട് അയാളുടെ കൈവിരൽ അറ്റുപോയി. പെട്ടെന്ന് കൂടെ നിന്ന മന്ത്രി ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു. രാജാവ് കഠിന കോപത്തോടെ മന്ത്രിയെ തടവിലിട്ടു. വേദന കൊണ്ട് പുളയുമ്പോഴും ദൈവത്തിന് നന്ദി എന്ന് തന്നെ അയാൾ പറഞ്ഞു. എല്ലാ ദിവസവും രാജാവ് വേട്ടയാടാൻ പോകാറുണ്ട്. അന്ന് മന്ത്രി തടവിലായതിനാൽ ഒറ്റയ്ക്ക് പോയി. കാട്ടുജാതിക്കാർ അയാളെ പിടികൂടി. മരണബലിക്കുള്ള ഒരുക്കങ്ങളായി. പക്ഷേ ഇയാളുടെ ഒരു വിരൽ അറ്റുപോയതിനാൽ അംഗവിഹീനനെ ബലിക്ക് കൊടുക്കാൻ പറ്റാത്തതിനാൽ അയാളെ മോചിപ്പിച്ചു. രാജാവ് അറിയാതെ പറഞ്ഞുപോയി, ദൈവത്തിന് നന്ദി. പിന്നീട് തടവിലായ മന്ത്രിയെ സമീപിച്ച് രാജാവ് ചോദിച്ചു, നീ എൻ്റെ കൈവിരൽ അറ്റുപോയപ്പോൾ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് ശരിയായിരുന്നു. കൈവിരൽ അറ്റുപോയില്ലായിരുന്നെങ്കിൽ എന്നെ അവർ കൊന്നുകളയുമായിരുന്നു. പക്ഷേ നിന്നെ ഞാൻ തടവിലാക്കിയതിൽ എന്ത് നന്ദിക്കുള്ള കാരണമാണ് ഉള്ളത്? വീണ്ടും ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി പറഞ്ഞു, അതിൽ നന്ദിക്കുള്ള കാരണം ധാരാളമുണ്ടല്ലോ. നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ നിങ്ങളുടെ കൈവിരൽ അറ്റുപോയതറിഞ്ഞ് അവർ എന്നെ ബലി കഴിക്കുമായിരുന്നു. അപ്പോൾ എന്തിനും ഏതിനും ദൈവത്തിന് നന്ദി എന്ന് പറയാൻ കാരണങ്ങൾ ധാരാളമില്ലേ? കൈവന്ന അനുഗ്രഹങ്ങളെ എണ്ണി നോക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. ഓരോ നിമിഷവും ഇനി ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത അത്ഭുതം പോലെയല്ലേ? ഓരോ അത്ഭുതത്തിനും ഓരോ അനുഭവങ്ങൾക്കും നിറവോടെ ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ, കണ്ണുനീരിന് നന്ദി, പുഞ്ചിരിക്ക് നന്ദി, നീ പകർന്നു തന്ന ബഹുമാനങ്ങൾക്കും ആദരവുകൾക്കും പാഠങ്ങൾക്കും നന്ദി. വീഴ്ചയ്ക്കും നന്ദി, താഴ്ചയ്ക്കും നന്ദി, ഉയർച്ചയ്ക്കും നന്ദി. പറിച്ചെറിഞ്ഞതിനും നന്ദി, നെഞ്ചോട് ചേർത്തതിനും നന്ദി. എന്തിനും ഏതിനും ദൈവമേ നന്ദി. എന്തിനും ഏതിനും ദൈവമേ നന്ദി എന്ന് പറയുവാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ ഈ നോമ്പുകാലം തിരിഞ്ഞു നോട്ടത്തിൻ്റെയും നന്ദി പറച്ചിലിൻ്റെയും വിനയപ്പെടലിൻ്റെയും ദിവസങ്ങളായി തീരട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.